കേൾക്കുമ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ. ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം. എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. യതോ ഹസ്ത സ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടി സ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവ സ്തതോ രസഃ. ശാസ്ത്രമാണ് നന്ദികേശന്റെ